കുട്ടികൾക്ക് നിർത്താതെ പനി, വൈഫിന് പനി, അയാൾക്കാണെങ്കിൽ ഒരു ഇതുമില്ല, ജോലി ചെയ്യാനുള്ള മൂഡില്ല, പല രീതിയിലുള്ള തടസ്സങ്ങൾ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാഹനത്തിന് പണിമുടക്ക്, ഇതെല്ലാം വരുന്ന വാസ്തുദോഷങ്ങൾ കൊണ്ട് മാത്രം ആണ്. ഒത്തിരി ആൾക്കാർക്ക് ഇതെന്താണെന്ന് പോലും ചിന്തിക്കാതെ അവരങ്ങ് പോയിട്ട് പല രീതിയിൽ പ്രാർത്ഥനയും വഴിപാടുമൊക്കെ ആയിട്ട് നടക്കും. മാറുന്നില്ല, എൻ്റെ ഇത് മാറുന്നില്ല. അപ്പോഴും നമ്മൾ വീടൊന്ന് പരിശോധിച്ച് വേണ്ട പരിഹാരങ്ങൾ വേണ്ട സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാം. രാജേന്ദ്ര ബാബു സർ, വെൽക്കം ടു ABC മലയാളം ജ്യോതിഷം. താങ്ക് യു. സർ, ഈ വാസ്തുദോഷം എന്ന് പറയുന്നത് ഒരു വീട്ടിൽ താമസിക്കുന്ന വ്യക്തികളെ ഏതെല്ലാം രീതിയിലായിരിക്കും ബാധിക്കുന്നത്? വാസ്തുദോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിലാണ് നമുക്കൊരു വീട്ടിൽ താമസിക്കുന്ന വീട്ടുടമസ്ഥനെയും ആ വീട്ടിലുള്ള അംഗങ്ങളെയും ബാധിക്കുന്നത്. പ്രധാനമായിട്ട് സമ്പത്ത്, തൊഴിൽ, അവരുടെ പ്രശസ്തി, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള വിലയും നിലയും, ഇതിനെല്ലാം വാസ്തുദോഷം കൊണ്ട് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. ഇത് എഫക്റ്റ് ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. വീട്ടിൽ താമസിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആ വസിക്കുന്നവർക്ക് ഉണ്ടാകും. ആ വസിക്കുന്ന ആൾക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഇതിന് വേണ്ട ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങൾ ആദ്യം ചെയ്തു നോക്കുമ്പോൾ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാം. ഈ വാസ്തുദോഷം എന്ന് പറഞ്ഞ് സാധാരണ നമ്മൾ നിർമ്മിതിയിൽ അളന്ന് കുറ്റിയടിച്ച് ശങ്കുസ്ഥാപനമൊക്കെ നടത്തി നല്ലൊരു വീട് പണിത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഓൾട്രേഷൻ വരുമോ, അതല്ലെങ്കിൽ വാസ്തു ആചാര്യൻ പറയാത്ത രീതിയിലുള്ള ബാത്റൂമോ കിണറോ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ അലക്കുകല്ല് വരെ വയ്ക്കുന്ന ചില സ്ഥാനങ്ങളുണ്ട്. ഇങ്ങനെ വച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിയുമ്പോൾ കുട്ടികൾക്ക് നിർത്താതെ പനി, വൈഫിന് പനി, അയാൾക്കാണെങ്കിൽ ഒരു ഇതുമില്ല, ജോലി ചെയ്യാനുള്ള മൂഡില്ല, പല രീതിയിലുള്ള തടസ്സങ്ങൾ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാഹനത്തിന് പണിമുടക്ക്, ഇതെല്ലാം വരുന്ന വാസ്തുദോഷങ്ങൾ കൊണ്ട് മാത്രം ആണ്. പക്ഷേ ഇതിനെല്ലാം ചെറിയ രീതിയിൽ നോക്കി പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. ഒത്തിരി ആൾക്കാർക്ക് ഇതെന്താണെന്ന് പോലും ചിന്തിക്കാതെ അവരങ്ങ് പോയിട്ട് പല രീതിയിൽ പ്രാർത്ഥനയും വഴിപാടുമൊക്കെ ആയിട്ട് നടക്കും. മാറുന്നില്ല, എൻ്റെ ഇത് മാറുന്നില്ല. അപ്പോഴും നമ്മൾ വീടൊന്ന് പരിശോധിച്ച് വേണ്ട പരിഹാരങ്ങൾ വേണ്ട സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാം. പിന്നെ വീട് വച്ചപ്പോൾ തന്നെയുള്ള നിർമ്മിതിയിൽ തന്നെയുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അത് അപ്പം തന്നെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം വച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇയാൾക്ക് പല രീതിയിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും വീട്ടിൽ അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാവും. നമ്മൾ ഈ വച്ച് താമസം തുടങ്ങിക്കഴിഞ്ഞ് ചെറിയ ചെറിയ ഓൾട്രേഷനൊക്കെ അവിടെ അകത്ത് വർക്കൊക്കെ ഉണ്ടാകുമ്പോഴാണ് കണക്കിൽപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്ത് വച്ചിട്ടുണ്ടാകുന്ന ചെറിയ ചെറിയ ന്യൂനതകളിൽ നിന്ന് വരുന്ന ഇതാണ് പിന്നീട് ആൾക്കാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വാസ്തുദോഷം ആയിട്ട് പരിഗണിക്കുന്നത്. അത് വലിയ ദോഷം ആയിട്ട് നമ്മൾ കൂട്ടരുത്. ഇത് ചെന്ന് എവിടെയെങ്കിലും നോക്കിക്കഴിയുമ്പോൾ വാസ്തുദോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ വലിയ വാസ്തുദോഷമായിട്ട് മനസ്സിലേക്ക് കണക്കാക്കരുത്. അതിന് വേണ്ട രീതിയിലുള്ള റെമഡീസ് നമ്മൾ ചെയ്തെടുക്കണം. ഇതാണ് സാധാരണ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ സാർ പറഞ്ഞു വീട് പണിതതിന് ശേഷമാണെങ്കിൽ അപ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമെന്ന്. ഇപ്പോൾ ഈ വാസ്തു നോക്കിയും സമയം നോക്കിയൊക്കെ തന്നെ ഇപ്പോൾ ചിലർ പറയാറുണ്ട് ഞങ്ങൾ ആ വീട് പണിയിലേക്ക് അങ്ങ് കടന്നു, അന്ന് തുടങ്ങി ദുരിതം എന്ന്. അതെന്തുകൊണ്ടായിരിക്കും? അത് ചിലപ്പോൾ ഒരു പക്ഷേ ഭൂമിയിൽ എന്തെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് എനർജീസ് ഉണ്ടെങ്കിൽ അത് മാറ്റാതെ ആയിരിക്കും ചിലപ്പോൾ വീട് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ലോണൊക്കെ പാസ്സായി അല്ലെങ്കിൽ പൈസ ഉണ്ട്, നമ്മളിത് നോക്കി ഇതെല്ലാം നമുക്ക് നിമിത്തമായിട്ട് കിട്ടിയെന്നുള്ള ഒരു ഇതിൽ ഭൂമിയുടെ മറ്റ് കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ വീട് വയ്ക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ വീടിൻ്റെ ആ നിർമ്മിതിക്ക് ആവശ്യമായ ഭൂമി ശുദ്ധിക്രിയ ചെയ്യണം. ഹരണം, പൂരണം, മാരണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം ചെയ്ത് ശുദ്ധിയാക്കിയിട്ട് വീട് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതൊന്നും ഉണ്ടാവില്ല എന്നാണ് ആചാര്യന്മാർ പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെയാണോ ഈ വീട് പകുതി വഴിയിൽ പണി മുടങ്ങി നിൽക്കുന്നതിൻ്റെ പിന്നിലെയും കാരണം? പകുതി വഴിയിൽ പണി മുടങ്ങി നിൽക്കുന്ന കാരണങ്ങൾ ഒന്ന് അതായിരിക്കാം. ഒന്ന് ചില നെഗറ്റീവ്സ് ആ സമയത്ത് എഫക്റ്റ് ചെയ്യും. നമുക്ക് ചിലർക്ക് കർമ്മദോഷം എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും. ഈ കർമ്മദോഷം ബാധിച്ച ഒരാൾ
വീട്ടിൽ മറ്റുള്ളവരുടെ ജാതകവശാലുള്ള യോഗങ്ങൾ കൊണ്ട് വീട് പണി തുടങ്ങുമ്പോൾ ഈ കർമ്മദോഷക്കാരനെ ഇത് എഫക്റ്റ് ചെയ്യും. കർമ്മദോഷം അത് മാറ്റണമെങ്കിൽ ഇത്തിരി പണിയാണ്. അതെന്താ അങ്ങനെ അതൊരു ഇത്തിരി പണിയാന്ന് പറയാൻ കാരണം എന്താ? അത് കർമ്മദോഷത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. അത് നോക്കി കണ്ട് കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ചില ആൾക്കാർ വീട്ടിൽ വാസ്തുക്കാരനെ വിളിച്ചുകൊണ്ട് വന്നു, ജ്യോത്സ്യനെ വിളിച്ചുകൊണ്ട് വന്നു, പൂജ നടത്തി, എന്നിട്ടും എനിക്കെന്താ ഇങ്ങനെ എന്ന് പറയാൻ ഈ സയൻസിനെ തള്ളിപ്പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ അയാളുടെ മുൻ കർമ്മ അവിടെ വർക്ക് ചെയ്യുകയാണ്. ഈ കർമ്മ അത് നോക്കി അതിൻ്റെ എഫക്റ്റ് നോക്കാൻ പറ്റിയ ഇതൊക്കെ ഉണ്ട്. അത് നോക്കി വേണ്ട പരിഹാരങ്ങൾ സമയത്ത് ചെയ്താൽ മാത്രമേ കർമ്മദോഷം മാറുള്ളൂ. അതിന് വലിയ ചിലവില്ലാത്ത പരിഹാരങ്ങളൊക്കെയാണ്. പക്ഷേ കർമ്മദോഷം എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിരന്തരമായിട്ട് ദോഷങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് ശത്രുദോഷമാണ്, ബാധയാണ്, കൂടോത്രമാണ്, ഇതല്ല. കർമ്മദോഷമുള്ളവന് ഇതൊക്കെ ഇതിനേക്കാളും വലിയ ദോഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് ആ വീടിൻ്റെ മാത്രം ദോഷമല്ല, അത് അയാളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ വീട്ടിൽ പൂർവികരുമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില കർമ്മബന്ധങ്ങളിൽ വരുത്തിയ ഇതാണ്. അത് മുൻജന്മമാണോ ഉദ്ദേശിക്കുന്നത് അതോ? അല്ല, ഞാൻ ചെയ്ത ദോഷങ്ങളും എനിക്ക് തന്നെയല്ലേ എഫക്റ്റ് ചെയ്യുള്ളൂ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്നേ വരുന്നു. അപ്പം താൻ ചെയ്യുന്ന കർമ്മങ്ങളാണ് കൂടുതൽ വരുന്നത്. മുൻ കർമ്മങ്ങളിലുള്ള ഇത് ചെറുതായിട്ടേ വരുള്ളൂ, എന്നാലും അത് എഫക്റ്റ് ചെയ്യും. തൻ്റെ കർമ്മം ശരിക്ക് കർമ്മദോഷമായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യും. അപ്പം അതെന്താണെന്ന് ആളുമായിട്ട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, വേണ്ട പരിഹാരങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. കർമ്മദോഷം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ചുറ്റിക്കുന്ന ഒരു സംഭവമാണ്. അത് പക്ഷേ വാസ്തുദോഷം മാറ്റിയാലും അവിടുത്തെ ദോഷങ്ങളൊക്കെ ഈ പിതൃദോഷമായാലും മറ്റുള്ള ദോഷങ്ങളായാലും മാറ്റിയാലും ഈ കർമ്മ കിടന്നു കഴിഞ്ഞാൽ പണി കിട്ടിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് എനിക്കെല്ലാം മാറി, കണ്ടകശനി മാറി, ഏഴരശനി മാറി. എൻ്റെ വീട്ടിൽ ഞാൻ 1.5 ലക്ഷം രൂപയുടെ പൂജ നടത്തി, വാസ്തുക്കാരനെ കൊണ്ടുവന്ന് അവിടെ ഉണ്ടായിരുന്ന മൂല വിളിച്ച്, ആ മൂല വിളിച്ച്, ഈ കക്കൂസ് വിളിച്ചു, എന്നിട്ടും എനിക്കെന്ത് ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് കർമ്മദോഷ പിടിപെട്ടിരിക്കുകയാണ്. അതിനുള്ള ചെയ്ത് പരിഹാരങ്ങൾ ചെയ്യണം. ഇപ്പോൾ ചെറുപ്പം ഇതിനിടയിൽ പറഞ്ഞു, അപ്പോൾ ചിലപ്പോൾ നോക്കുന്ന സമയത്ത് ബാധയാണ് അല്ലെങ്കിൽ കൂടോത്രമാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വാസ്തുവൊക്കെ കറക്റ്റായിട്ട് തന്നെ നോക്കി ഇതിൻ്റേതായ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്തിട്ട് തന്നെ നമ്മളൊരു വീട് പണിയിലേക്ക് കടക്കുന്ന സമയത്ത് ശത്രുതയുള്ള പലരും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ശത്രുതയുള്ള ആരെങ്കിലും ഒന്ന് മനസ്സുകൊണ്ട് എന്തെങ്കിലും വിചാരിക്കുമോ, ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്താലോ അത് ഏൽക്കുമോ? ചില ആൾക്കാരുടെ സമയത്തിൻ്റെ ഇതുകൊണ്ട് പെട്ടെന്നേക്കും. ദൃഷ്ടിദോഷം, ജിഹ്വാദോഷം, പിന്നെ ഏലസുകൾ അതുപോലുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് ഭൂമിയിലിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരുതരം ദോഷം, പൊടി കൊണ്ടുവന്ന് ചെയ്യുന്ന കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കണമെന്ന് ഇതിനൊന്നും പ്രശ്നമില്ല. അവരെന്തെങ്കിലും ചെയ്യും. ചില ആൾക്കാർ നോക്കിയിട്ട് കൊള്ളാമെന്ന് പറഞ്ഞാൽ തന്നെ തീർന്നു, ചില വീടിൻ്റെ ആ ഇത് തീർന്നു. നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ആർക്കിടെക്റ്റിനെ കൊണ്ടൊക്കെ നല്ല ഡിസൈൻ ചെയ്യിച്ച് നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്തു വരുമ്പോഴേക്കും നല്ലൊരാൾ വന്നിട്ട് അതിൽ അങ്ങനെ ചില ദോഷങ്ങളുള്ള ആൾക്കാർ വന്നിട്ട് ഇതിനെക്കുറിച്ച് പറയുമ്പം അവരുടെ ദൃഷ്ടി തന്നെ ചിലപ്പോൾ പ്രശ്നമായിരിക്കും. അവരുടെ നാവ് കൊണ്ട് പറഞ്ഞു കഴിയുമ്പോഴും എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ വീട് പണിക്ക് മുൻപായിട്ട് കണ്ണീർ കിട്ടാതിരിക്കാൻ വേണ്ടി കോലം വെക്കുന്നൊരു ഇതില്ല, അത് എത്രത്തോളം ഫലവത്താവുന്നുണ്ട്? നല്ല രീതിയിൽ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം വീട്ടിൽ കണ്ണീർ കിട്ടാതിരിക്കാൻ വേണ്ടി കോലങ്ങൾ വെക്കുകയും പിന്നെ ഒരു തരം കള്ളിച്ചെടി, ചില ചെടികളൊക്കെ തൂക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ ദൃഷ്ടിദോഷം അതിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് വീടിനത് എഫക്റ്റ് ചെയ്യാണ്ട് പോകുന്നുണ്ട്. ഒത്തിരി അത് സക്സസ് ആണ്, നല്ല എഫക്റ്റീവാണ്. അതല്ലാതെ വേറെ എന്തൊക്കെയാണുള്ളത്? നമ്മൾ പൊതുവേ കാണാറുള്ളത് ഈ കോലം ആണ് മെയിനായിട്ട്. ഇപ്പോൾ ചെടികളെന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള ചെടികളാണ്? മുള്ളുള്ള ചെടികളില്ലേ, കള്ളിച്ചെടി പണ്ട് പറഞ്ഞ കള്ളിപ്പാല, ആ കള്ളിച്ചെടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊണ്ട് വയ്ക്കുക. അതല്ലെങ്കിൽ ചിലവർ കുരങ്ങൻ്റെ രൂപത്തിലുള്ള രൂപങ്ങളൊക്കെ വയ്ക്കും. അതല്ലെങ്കിൽ വികൃതമായിട്ടുള്ള രൂപങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കും. അപ്പോൾ ഈ നല്ല വീടാണെങ്കിൽ ഈ വികൃതമായ രൂപം കണ്ട ഒരാൾ ആദ്യം അതിൽ നോക്കും. അപ്പോൾ കുറേ അങ്ങ് എഫക്റ്റ് അതിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കെട്ടിപ്പടുത്ത് അതിനെ ഫ്രണ്ടിൽ കൊണ്ട് വയ്ക്കണത്. താങ്ക് യു സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ.
നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.